ഇന്ന് ആസ് യൂഷ്വൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ എടുക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടെ രാവിലെ എണീക്കണം, കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നു. അപ്പോൾ ഒരു ടിപ്പിക്കൽ എൻ്റെ ഒരു ഡെയിലി ഒരു ദിവസം എങ്ങനെയാണെന്ന് തന്നെ കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ നോർമലി ഒരു 10:30 അല്ലെങ്കിൽ ഒരു 10 മണി ആ ഒരു സമയത്തായിരിക്കും മിക്കപ്പോഴും എനിക്ക് രാവിലെ ഒന്നും വർക്കില്ലെങ്കിൽ ഞാൻ എണീക്കുന്നത്. എന്നിട്ട് വീട്ടിൽ തന്നെ കുറച്ച് നേരമൊക്കെ കറങ്ങിയടിച്ച് നടന്ന് ഉച്ച കഴിയുമ്പോഴായിരിക്കും ഇപ്പോഴത്തെ ചൂടിന് സമയത്ത് ഞാൻ പുറത്തിറങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ മഴയുണ്ട്. എങ്കിലും ഉച്ചയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും എണീക്കുന്നത്. അപ്പോൾ ഇന്ന് ടോട്ടൽ എൻ്റെ ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാഞ്ഞൊരു ഫീൽഡായിരുന്നു ഈ ഒരു ക്രാഫ്റ്റിംഗ് ഫീൽഡൊക്കെ. ഇത് ഞാൻ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമേ എൻ്റെ ആ പേജ് തുടങ്ങിയെങ്കിലും ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ക്രാഫ്റ്റിങ്ങും ഗിഫ്റ്റ് ഹാമ്പറിങ്ങും അതെല്ലാം എല്ലാവർക്കും കൊണ്ടു കൊടുക്കാമെന്നൊക്കെ ഉള്ളത്. ഇത് നമുക്ക് അടൂർ, പത്തനംതിട്ട ആ ഒരു ഭാഗത്തേക്ക് ഡയറക്റ്റ് ഡെലിവറി ചെയ്യേണ്ട ഒരു ഹാമ്പറാണ്. ഇതിനകത്ത് കുറച്ച് അധികം സാധനങ്ങളുണ്ട്. ഒരു 10-12,000 രൂപയുടെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പ്രോട്ടീൻ പൗഡറും ഷർട്ട്, പിന്നെ ക്രിയാറ്റിൻ, അങ്ങനെ കുറച്ചധികം സാധനങ്ങളുള്ളൊരു ഹാമ്പറാണ്. ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ആൾക്ക് ഒരു ബർത്ത്ഡേ വരാണ്. ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിം ഞാൻ അതുകൊണ്ട് ഇപ്പോഴേ മറച്ച് വെച്ചത്. ഇതും ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാം കഴിഞ്ഞ് ഇച്ചിരി ലേറ്റായി ഇന്നലെ കിടന്നപ്പോഴത്തേക്കും. പണ്ട് എനിക്ക് ചായ കുടിക്കുന്ന ശീലമൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ അമ്മയൊക്കെ വഴക്ക് പറയായിരുന്നു. എനിക്ക് പാല്, ബൂസ്റ്റ്, ഹോർലിക്സ്, ചായ അതൊന്നും എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഒരു ചായ ഇട്ടില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. അപ്പം രാവിലെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കുറവാണ്, പക്ഷെ ചായ കുടി ഈസ് മസ്റ്റ്. ചായ ഇല്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ല. എനിക്കങ്ങനെ ഫുഡൊന്നും വെക്കാൻ വലുതായിട്ട് അറിയത്തില്ല. എന്താണോ എനിക്കും അനിയത്തിക്ക് മാത്രം കഴിക്കേണ്ട സമയത്തൊക്കെ എന്തെങ്കിലും വെക്കും എന്നല്ലാതെ ഫുഡൊന്നും അങ്ങനെ വെക്കാൻ എനിക്കറിയത്തില്ല. പക്ഷെ ചായ ഇടും. ഞാനിടുന്ന ചായ അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന ചായയാണ്. ചായ ഇടാനറിയാം, മുട്ട പൊരിക്കാനറിയാം, നൂഡിൽസ് ഉണ്ടാക്കാനറിയാം. അങ്ങനെ എന്നെപ്പോലെ വലുതായിട്ട് അടുക്കള കയറാൻ അറിയാത്ത എല്ലാ പെൺപിള്ളേർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഇതെല്ലാം. നിങ്ങൾ എന്നെ പോലാണോ? എനിക്കിങ്ങനെ ഒരുപാട് കടുപ്പം വേണം ചായക്ക്. ഈ വെള്ള കളർ വയ്ക്കുന്ന ചായ എനിക്കിഷ്ടമല്ല. അതിന് അമ്മയൊക്കെ എന്നെ എപ്പോഴും വഴക്കുറയും, ഇത്രയും കടുപ്പ് ഇട്ട് കുടിക്കരുത് എന്നൊക്കെ. പക്ഷെ എനിക്ക് ചായക്ക് കടുപ്പുണ്ടെങ്കിൽ, ഒരുപാട് മധുരം വേണമെന്നില്ല, പക്ഷെ ഇച്ചിരി അധികം കടുപ്പുണ്ടെങ്കിലും എനിക്കിഷ്ടമുള്ളൂ. ഇനി തിളക്കാൻ നോക്കി നിൽക്കണം. ഇതിവിടെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം മാറി ഇതിപ്പോൾ തിളച്ചു പോകും. ഇങ്ങനെയാണ് രാവിലെ ഫുഡ് കഴിക്കാറില്ല. പക്ഷെ ആരും എന്നെപ്പോലെ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യരുത്. രാവിലെയാണ് നമ്മൾ രാത്രി കഴിച്ചില്ലെങ്കിൽ, ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ രാവിലെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. പക്ഷെ ഞാൻ രാവിലെ വലുതായിട്ടൊന്നും കഴിച്ചില്ല. ഇവിടെ ഏത്തപ്പഴം കഴിച്ചു. ഇപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്. നല്ല കറി ഉള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇനി വീട്ടിൽ വേറെ എത്രയൊക്കെ സ്പേസ് ഉണ്ടെങ്കിലും എന്നെപ്പോലെ ഇവിടെ മുറിക്കകത്ത് ബെഡിൽ വന്നിരുന്ന് കഴിച്ചാലേ ഫുഡ് ഒരു ടേസ്റ്റോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള വേറെ ആരെങ്കിലും ഉണ്ട്. എനിക്ക് വേറെ എത്ര സ്പേസ് ഉണ്ടെങ്കിലും ഇവിടെ വന്നിരുന്ന് കഴിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ആൻഡ് നമ്മുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്താണെന്ന് അറിയാം, നമ്മൾ ആഗ്രഹിച്ച് നല്ല ടേസ്റ്റി ഫുഡ് വീട്ടിൽ നിന്ന് എപ്പോഴും കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെല്ലാവർക്കും എപ്പോഴും ഒരു ഭാഗ്യം കിട്ടത്തില്ല. ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ട് വീട്ടിലെ ഫുഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് മീൻകറിയും മീൻ വറുത്തയും അച്ചാറും മോരും. ഇതാണ് എൻ്റെ കംഫർട്ട് സോൺ. എനിക്ക് ചിക്കനും ബീഫിനെക്കാട്ടിലും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മീൻ വറുത്തയാണ്. മീൻകറിയുടെ ചാറ് മാത്രം മതി എനിക്ക് കഷ്ണം വേണമെന്നില്ല. പിന്നെ ഈ അച്ചാർ, ഈ മാങ്ങാച്ചാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാർ, നാരങ്ങ അച്ചാറോ പാവയ്ക്കച്ചാറോ എന്തെങ്കിലും എപ്പോഴും വീട്ടിലുണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ പച്ചമോര് ഒഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ചോറും ഇതും വെള്ള കളറായതുകൊണ്ട്. നല്ല പച്ചമോരും മത്തിക്കറിയും അതിലെ മാങ്ങയും കുറച്ച് മാങ്ങാച്ചാറും ഇത്തിരി മീൻ വറുത്തത്. ദിസ് ഈസ് മൈ കംഫർട്ട് ഫുഡ്. എനിക്ക് ചിക്കനേലും ബീഫിനേലും ഒക്കെ ഇഷ്ടം എനിക്ക് ഇങ്ങനെ ചോറ് വയ്ക്കുന്നതാണ്. ദിസ് ഈസ് മൈ കംഫർട്ട് സോൺ. വീട്ടിൽ പ്രത്യേകിച്ച് പണിക്കൊന്നും പോവാതെ ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് ഈ ഫുഡൊന്നും വെക്കുന്നത് ഞാനല്ല, അമ്മൂമ്മയാണ്. അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ്. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പുറത്ത് പോകണം. വീഡിയോ ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്, 2-3 വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ട്, കുറച്ച് സാധനം മേടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാനത് സമാധാനത്തോടു കൂടി കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങണം എന്നെനിക്കുണ്ട്, പക്ഷെ ഉറങ്ങാൻ സമയമില്ല.
ഇന്ന് കുറേ കാര്യം ചെയ്തു തീർക്കാനുണ്ട്. ഇന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനിപ്പോൾ പോകുമ്പോൾ കാണിച്ചു തരാം. അവർ കുറേ നാളായിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. ഭാഗ്യ ചേച്ചി ആൻഡ് ചേച്ചിയുടെ കൂടെ ജോൺ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. നിങ്ങൾ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും കുറേ നാളായിട്ട് അവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ആലപ്പുഴക്കാരാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കുറച്ച് നാൾക്ക് മുന്നെയാണ് ഞങ്ങൾ കമ്പനി ആവുന്നത്. അപ്പോൾ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിൽ അവർ കാണത്തില്ലെങ്കിൽ ഞങ്ങൾ കാണത്തില്ല. ഇന്നൊരു 3:30 ആകുമ്പോഴത്തേക്കും ആലപ്പുഴ മുപ്പാലത്തിൻ്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകാനായിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. അതുകൂടാതെ അശ്വിന് ഇന്നൊരു വീഡിയോ എടുക്കാനുണ്ട്, എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട്. പിന്നെ നാളെ മറ്റന്നാളൊക്കെ കൊടുക്കേണ്ട ഹാമ്പറിൻ്റെ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അങ്ങനെ കുറച്ച് അധികം പരിപാടി ഉണ്ടെന്ന്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ടൈമില്ല. ഞാൻ വെയിൽ കാരണം മിക്കപ്പോഴും ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1:30-2 മണി ആയിട്ടുണ്ട്. ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് പാട്ടെന്ന് പറയുന്നത് ഇന്നത്തെ എൻ്റെ ഡ്രസ്സാണ്. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. വലിയ കാര്യത്തിൽ നിറയെ മേക്കപ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതെല്ലാം കൂടെ വിയർത്ത് പോകാണ്ടിരുന്നാൽ മതി. നിങ്ങൾ ഈ ഡ്രസ്സ് മുഴുവൻ കാണാൻ പറ്റത്തില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അശ്വിൻ്റെ അമ്മയെ എൻ്റെ അനിയത്തിയൊക്കെ ആയിട്ട് പുറത്ത് പോയപ്പോഴത്തേക്ക് എനിക്ക് അമ്മ മേടിച്ചു തന്നത്. ഞങ്ങൾ കുറേ കടയിൽ പോയിട്ട് ഞാൻ എവർമോറിൻ്റെ കാര്യം മറന്നുപോയി. ആലപ്പുഴ ആൻഡ് ബ്രിഡ്ജിൻ്റെ അവിടെയുള്ള ഷോപ്പാണ് എവർമോർ. അപ്പം ഞാൻ അവിടുത്തെ കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ പീച്ചോൾട്ടിലും ഒക്കെ പോയിട്ട് സ്റ്റുഡിയോ പോയി, സ്റ്റൈൽ യൂണിയനിൽ പോയി. എനിക്ക് ഇങ്ങോട്ട് എവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റാണ് ഞാൻ എവർമോറിൻ്റെ കാര്യം ആലോചിക്കുന്നത്. ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ കണ്ട ഡ്രസ്സായത്. ഞാൻ വേറെ കുറേ 2-3 ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടും എനിക്കിത് തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്, ഭയങ്കര കംഫർട്ടാണ്. ഈ ഒരു ചൂട് സമയത്ത് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ആ സമയം 2:45, 3 മണിയാകുമ്പോൾ എനിക്ക് അവിടെ ചെല്ലേണ്ടതാണ്. പിന്നെ ഞാൻ ഒരു പെർഫ്യൂം പേഴ്സണാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പെർഫ്യൂമിൻ്റെ കളക്ഷൻ ഉണ്ട്. അമ്മ വന്നപ്പം എന്തുകൊണ്ട് തന്നെ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പെർഫ്യൂം മതി എന്നാണ്. അപ്പോൾ എനിക്ക് പെർഫ്യൂമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് ഒരുപാട് കുത്തലില്ലാത്ത ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലായത്. ബോയ്സിനും ഗേൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന. അമ്മ അവിടെ നിന്ന് കൊണ്ടുവന്നത്. എനിക്ക് എൻ്റെ ബ്രാൻഡൊന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. അവിടുത്തെ അറബിയിൽ എഴുതിയേക്കുന്നതുകൊണ്ട് വായിക്കാൻ പറ്റില്ല. എന്തായാലും ഫുള്ള് റെഡിയായി. പുറത്തിറങ്ങിയിട്ട് മുഴുവൻ ലുക്ക് കാണിച്ചുതരാം. എന്തായാലും എനിക്ക് അശ്വിൻ്റെ അടുത്ത് പോകണം. അവനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പോകാനായിട്ട്. അപ്പം പോയിട്ട് വരാം. എന്ത് പറ. ഇല്ല പറഞ്ഞോ. എനിക്കിഷ്ടമല്ല പ്രോട്ടീൻ. നീയല്ലേ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുന്നവൻ. എനിക്കിഷ്ടമല്ല. എന്താ മതി ഒരുങ്ങിയത്. ഞാൻ എടുത്തിടും. നീയല്ലേ ഡെയിലി വ്ളോഗ് ഇടാൻ പറഞ്ഞത്. നീ ഡെയിലി വ്ളോഗിലുള്ളല്ലേ. അത് പറ്റത്തില്ല. വേണമെന്നില്ല എനിക്ക്. വേണമെന്നില്ല. വേണം ഞാൻ ഇല്ലാതെ നിന്നെ ഇട്ടോ. മാറ്റി വണ്ടി ഓടിക്കട്ടെ. ആര് വിചാരിക്കും? അല്ലെങ്കിൽ വിചാരിക്കുന്നില്ലല്ലേ. കൃത്യനിഷ്ഠതയുണ്ടോ? അയ്യോ വെട്ടവില്ല. ഈ കറുത്ത് കാണുന്നു കുഴപ്പമില്ലല്ലേ. ഇതായാലും ഒറിജിനൽ കളർ എന്ന് പറയാം. എത്ര നേരം എവിടെയായിരുന്നു? അതിനകത്ത് ഒറ്റ പ്രോഡക്റ്റ് അല്ലേ ഉള്ളൂ. ആ റെഫറൻസ് വീഡിയോയിൽ 4-5 പ്രോഡക്റ്റ് ഉണ്ട്. 12 മണിക്കൂറിൽ എഡിറ്റ് കൊടുക്കണം. എടാ നിന്റെ തലേന്ന് നിറയെ ശിഖരങ്ങൾ. നല്ല രസമുണ്ട്. നീ എന്തിനാ അവിടെ പോയി ഒളിഞ്ഞു നോക്കിയേ? ഒളിഞ്ഞു നോക്കുന്ന ആരാ അവിടെ എന്നും പറഞ്ഞ് നീ ഒളിഞ്ഞു നോക്കുന്ന എന്തിനാ? ഇരിക്കട്ടെ. എടുത്ത വീഡിയോ എങ്കിലും ഉണ്ടല്ലോ. ആ വീഡിയോ എന്ത് ചെയ്യും? എന്തുവാ ഇതൊക്കെ? എല്ലാരും പോണ്ടല്ലോ. ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ വയ്യ. അങ്ങോട്ട് പോവാ. അവിടെ നിന്നാണല്ലോ ചായ കുടിക്കുന്നത്. 6000 600 രൂപയല്ലേ? പ്രോഡക്റ്റിന്റെ പൈസ നമുക്ക് ആഡിന്റെ പൈസയാണ്. പോട്ടെ.
600 രൂപ ഇതിന്റെ പോയി പണം വരും പോകും സാറില്ല. അല്ലേ പോവാൻ വേണ്ടി വരണ്ട്. എനിക്ക് അവിടെ തേക്കാനിപ്പോ സൈനസിന്റെ ആണെന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ തേക്കാനൊക്കെ പറഞ്ഞു. എന്നതാ സൈനസിന്റെ അവര് പറഞ്ഞ ഹെയർ ഇപ്പൊ ഹെയർ സാധാ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന പോലെയല്ല, ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ കാണിക്കണം. ഇത് അത് ആദ്യം പറഞ്ഞായിരുന്നാ? ഇല്ല, അതാണ് ഇവരുടെ പ്രോഡക്റ്റ് മേടിപ്പിക്കാനുള്ള പരിപാടി. നമ്മളെ പോലെ ഒരു സ്കാമാണ് ഗൈസ്. 100 പേര് മേടിച്ചിട്ടുണ്ട്. ആരാ പറ, ആളുകൾ അറിയട്ടെ, പറ. വലുതെന്തോ വരാനിരുന്നതാ. അതെ, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? അതാ ഞാൻ പറഞ്ഞത്. മാനഹാനി ഈ മാനഹാനി എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ചോദിക്കണം, ഒന്നും എനിക്കറിയത്തില്ല. ജോത്സ്യന്മാര് പറയുന്നത് കേട്ടിട്ടില്ല. ബന്ധുജനങ്ങളുടെ അപ്രീതി. ഇതിലും വലുതൊന്നും വരാനില്ല. ഇത് റോഡിൽ കിടന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. 4 ചായ, ഒരു ബൂസ്റ്റ്. 4 ചായയിൽ ഒരെണ്ണം ലൈറ്റ്. ഇത് ഈ സാധനത്തിന്റെ പേരെന്താ? ഇത് നെയ്പത്തിരി. ഒരു നെയ്പത്തിരി, നെയ്പത്തൽ. പത്തലല്ല മാതലി, പത്തിരി. ഇതൊരു പത്തിരി തരാൻ പറ ചേട്ടനോട്. നെയ്പത്തിരി, മട, അടയില്ല, സുഗിയൻ, പരിപ്പുവട, ഏത്തക്കാപ്പം, വാഴക്കാപ്പം. എടാ കഴിക്കാനോ? നിനക്കെന്ത് വേണം? ഞാൻ രാവിലോട്ട് എടുത്തോണ്ടിരിക്കുക. ഞങ്ങൾ ഇന്ന് രാവിലെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതാ, പക്ഷെ രാവിലെ എടുക്കില്ല. എന്താ അങ്ങോട്ട് പോയിക്കേ? ഇപ്പൊ പെയ്യും. നോക്കണ്ടേ കൊറേ നാളെ പൈസ എന്തുവാ ഇതിനകത്ത്? എന്തുവാ പൈസ എവിടെ? ബാങ്കുള്ള തുറക്ക്. വെട്ടം പോകുമ്പോ ഗൈസ്, അഭിറാം ബാഗ് കൊള്ളയടിച്ചു. അത് നോക്കിയേ, മഴക്കാർ. എടാ നീയൊന്ന് വാ വിളിച്ചൊരു കാര്യം പറഞ്ഞതേ ഉള്ളു. എടാ നിന്റെ നാക്കൊന്ന് കടം തരുവോ? ഇവൻ നടന്നു വരുന്നു. അല്ല, ഇവൻ ഇവിടെ ഇരിക്കുവാ, ഞങ്ങൾ നടന്നു വരുന്നു. അപ്പൊ ഇവനിങ്ങനെ ഫോൺ നോക്കിട്ട് ഇവൻ കൈ തരുമ്പോ നീ ഇവള് പേടിക്കുന്നു. അല്ല ഇവൻ ഇവൻ ടോക്സിക് അല്ലേ? അപ്പൊ ഇവൻ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാ ഇങ്ങനെ ഇവൻ ടോക്സിക്, അവൻ ഗ്രീൻ ഫ്ലാഗ്. കൈ കൊടുക്ക്. അങ്ങനെ ഇവിടുന്ന് ഒരു ആംഗിൾ വരും, അങ്ങനെ 3-4 എടുക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് നടന്നു എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പുറത്തെന്നാ പോരെ? നമ്മൾ ഇവിടുന്ന് നടന്നു വരണം. എന്നാ എവിടുന്നെങ്കിലും ഒന്ന് നടന്നു വരുവോ? നീ ഹായ് കാണിക്കണ്ടത് കാണത്തില്ല. ഇവിടെ മഴ ഇപ്പൊ പെയ്യും. നീ ഇപ്പുറത്തേക്ക് ഉണ്ടായി കൊടുക്കൂ, അല്ലെങ്കിൽ ഇപ്പുറത്ത് തന്നെ എന്നാൽ മതി. അത് കുറച്ചുകൂടെ ബെറ്റർ. ക്ലാരിറ്റി ഉണ്ട്. സൂം ചെയ്ത് തന്നെ എടുത്തോളാം. നമുക്ക് വെട്ടമില്ലടി മൂത്ത്, മഴക്കാറ് കാരണം. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവല്ലേ? യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ദിയെന്നായിരിക്കോ? ദിയ വ്ളോഗ്സ് ഓഫ് ദിയ ആണോ? നമ്മളെല്ലാരും നോക്കുന്നു, റോഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നോണ്ടാണോ? ഇത് നോക്കിയേ, മഴക്കാർ. നീ സൈഡിൽ കൊണ്ടൊക്കെ ഇങ്ങനെ നോക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അതിന്റെ ഇടക്ക് അല്ല എന്തുവാ ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് നോർമലി എൻ്റെ ഒരു ടിപ്പിക്കൽ ദിവസം. ഞാൻ രാവിലെ എണീക്കുന്നു, ഉച്ചയ്ക്ക് പുറത്തു പോകുന്നു, 8-8:30 ഒരു സമയമാകുമ്പോൾ ഞാൻ നോർമലി വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ ഞങ്ങൾ മറ്റേ മാഗി വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊന്നും ഉണ്ടാക്കി പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവളോട് ഉണ്ടാക്കി തരുമെന്ന് വെച്ചപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ സാധനം മേടിച്ചുകൊണ്ട് വന്ന് ഇനി അതുണ്ടാക്കി പരീക്ഷിച്ച് കൊള്ളാമോ എന്നറിയണം.
ഇച്ചിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. ഇന്നലെ അബീൻ തയ്യാതെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അത് കഴിക്കണം, ഫുഡ് കഴിക്കണം, കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഫ്രം ആര്യ. ബൈ. എന്തേ കാണാൻ ടാറ്റാ.